ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീയൊക്കെ ഇവിടെ പന്ത് തട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടല്ലേ? ആ ദുർഗവൾ ആരാന്നറിയാ? നമ്മളെ ടീമിന്റെ കേറി വാ കുട്ടാ. എവിടാ നാത്തൂനെ? എന്താ ഗിരിജ? ദേ, ഒരു കുഴപ്പമില്ല. അയാളുടെ വരവത്ര ശരിയല്ലല്ലോ. എന്തോ പന്തികേടുണ്ട്. ശരിയാണല്ലോ. കുട്ടാ കുട്ടാ എന്ത് പറ്റി? ഞാൻ ഓക്കെ. നിക്ക്. രാത്രി രണ്ടുപേരും കൂടെ എവിടെ പോയതാ? എങ്ങോട്ടും പോയതല്ല, വെറുതെ കാറ്റുകൊണ്ട് വർത്താനം പറഞ്ഞിരുന്നതാ. ഓഹോ, പുറത്തു പോയി എന്ന് പറയാൻ മാത്രം എന്ത് രഹസ്യം നിങ്ങൾക്ക് രണ്ടാൾക്കുള്ളത്? ആ ദുർഗയുടെ കാര്യം വല്ലതും പറയാൻ പോയതായിരിക്കും നാത്തൂനെ. അത് നമ്മൾ കേൾക്കാൻ പാടില്ലല്ലോ. അതാ ഒളിച്ചെന്ന് പറയുന്നത്. വേണ്ട കുട്ടാ. എന്തോ പറയാൻ വന്നിട്ട് വിഴുങ്ങുന്നുണ്ടല്ലോ. പറഞ്ഞ എന്താന്ന് വെച്ചാ? ഒന്നുമില്ല. ഇയാളുടെ നാവ് ഇറങ്ങിപ്പോയോ? ഇവരിങ്ങനെ ഓരോന്ന് പറയും. കുട്ടൻ പോയി കിടക്ക്. ഇത് ചെല്ലുകൂട്ടാ. വാ, ഭക്ഷണം എടുത്ത് വെക്ക്. അവളടുത്ത് രണ്ട് വർത്തമാനം പറയേണ്ടതായിരുന്നു. സാരമില്ല, നാളെ പറയാം. ഉറക്കവും വരുന്നില്ല. പറഞ്ഞാലോ? ഉറക്കം വരില്ല. രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ള കാര്യം. ആഹാ, കിടന്നല്ലേ? എടീ ഗിരിജേ, കിടന്നില്ലടി. ഞാൻ കിടന്നില്ല. നിന്റെ അടുത്ത് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ ഞാനിന്ന് കിടക്കൂ. നീ എന്തോന്ന് നേരത്തെ പറഞ്ഞത്? ഞാനും ദേവേട്ടും കൂടെ മാറിയെന്ന് ദുർഗയുടെ കാര്യം പറഞ്ഞെന്നാ പറഞ്ഞു. എടീ പറയണ ഞാൻ, നിനക്കെന്താ? മര്യാദയ്ക്ക് സംസാരിക്കണം. എടി പൊടിയെന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയെ വിളിച്ചോണം. അല്ലെങ്കിൽ എന്തോടെ വിഴുങ്ങളെ. ഇയാൾക്ക് എന്താ വട്ട് പിടിച്ചോ? ഓ, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്ന? വട്ട് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീയൊക്കെ കൂടെ ആ പാവം ദുർഗമളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ? ആ കൊച്ചൊന്നും ചെയ്യാതെ എല്ലാം സഹിക്കണോണ്ടല്ലേ നിന്റെയൊക്കെ ഈ അഴിഞ്ഞാട്ടം? സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് തന്റെ വീടല്ല, അത് ഓർത്തോ. എടി, ആ ഓർമ്മകളോണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചനെ. അപ്പോഴേ ഞാൻ പൊട്ടിച്ചനെ, ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചനെ. ആ ഓർമ്മ എനിക്കുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. എടി നീ ഒരു പെണ്ണാണാടി. എങ്ങനെ മനസ്സ് പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ? നിനക്ക് എങ്ങനെ തോന്നിയത് ഇങ്ങനെ ദുഷ്ടത്തരം കാണിക്കാൻ? അത് ആ പാവപ്പെട്ട കൊച്ചിനോട്. എന്താ അവിടെ ഒരു ബഹളം? അമ്മ കാണ് നിങ്ങൾ മകനാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചവനെ കൊള്ളും കുടിച്ച് ഞങ്ങളെ തെറി പറയുന്നു. വന്ന് കാണു. എല്ലാരും വരെ നാട്ടുകാരെല്ലാവരും. എന്താ കുട്ടാ നിനക്ക് പറ്റിയത്? എന്താ ബഹളം? അമ്മ അമ്മ എന്റെ അടുത്ത് ക്ഷമിക്കണോ? അമ്മയോ? ഏതമ്മ? നീ അടി പോകണേ. നീ എന്താ എന്റെ ഫ്രണ്ട് നിനക്ക് എന്താ പറ്റിയേ? ഇനി അങ്ങോട്ട് പോ. എന്തിനു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അമ്മ എന്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് ഇവളുമാരടുത്ത് രണ്ട് വർത്താനം പറയണം. അയ്യോ കുട്ടേട്ടാ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. തനിക്ക് ഇവിടെ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ താൻ ഇറങ്ങി തന്റെ വീട്ടിലേക്ക് പോ. എടീ കാലമാടത്ത് അത് നീ അങ്ങ് വേറെ പറഞ്ഞാണ്. ഇത് എന്റെ വീടാണ്, എന്റെ വീട്. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാണ്.
ആ ദുർഗമോളല്ല എന്റെ സ്വന്തം മോളെ പോലെ, എന്റെ സ്വന്തം മോളെ പോലെ. അയ്യോ അവളെ ഇനി എങ്ങാനും വേദനിപ്പിച്ച സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ചിലപ്പോ ശരിയായിരിക്കും. ആ ജയശ്രീയുടെ സ്വഭാവം വെച്ച് ദേവേട്ടൻ തന്നെയാണോ ഇവളുടെ അച്ഛനെന്ന് പറയാൻ പറ്റില്ല. ദേവേട്ടാ, ഇവളെ ഞാൻ കൊല്ലുകൊള്ളി തന്നെ, നിന്നെ കൊല്ലുകൊള്ളി, കൊല്ലുകൊള്ളി തന്നെ. ഓയ്. ഗിരിജെ, ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞാൽ നിന്റെ പല്ലടിച്ച് താഴെ ഇടും. പറഞ്ഞാ മാത്രം പോരാട്ടാ, ഇവളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ദേവേട്ടാ, ഇത് പറഞ്ഞാ പോരാ ദേവേട്ടാ, ചെയ്യണം, ഇയാള് അല്ലെങ്കിൽ ഞാൻ ചെയ്യാം ദേവേട്ടന് വേണ്ടി. കുട്ട വേണ്ട. വേണ്ട കുട്ടേട്ടൻ പോയി കിടക്ക്. കുട്ടാ ചെല്ലേ പോയി കിടക്ക്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഇല്ലമ്മ, പറയണ്ട, ഇന്ന് തന്നെ പറയണം എനിക്ക്. എടീ ഗിരിജ, എടീ നിന്റെ സ്വഭാവം കൊണ്ടാണ് നിനക്ക് ഇപ്പോഴേ വിധവയാവേണ്ടി വന്നത്. എടോ തന്നെ ഞാനുണ്ടല്ലോ. ആ? കുട്ട ആഹാ. എടീ, എടീ, അപ്പൊ നിനക്ക് നൊന്തല്ലേ? നിനക്ക് നിന്റെ ചീഞ്ഞ നാവ് കൊണ്ട് നിനക്കാരെന്ന് വേണ പറയാം. പക്ഷെ നിന്നെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു. സത്യത്തില് അജയ് ഉണ്ടല്ലോ നിന്റെ കെട്ടിയായി, അവൻ ഭാഗ്യം ചെയ്തവനാടി. അതാ അവനെ മോളോട്ട് പെട്ടെന്ന് വിളിച്ചത്. നിന്റെ കൂടെ ജീവിക്കണേക്കാട്ടിലും വലിയ ശിക്ഷ വേറെ എന്തുണ്ടടി? ദേ മനുഷ്യ, നിങ്ങൾ ഇയാളെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? നിങ്ങള് കൂടുതൽ തിളക്കണ്ട കേട്ടാ. നിങ്ങളെ ഞാൻ ഒന്നും പറയാത്തത് ദേ, ആ പാവം മനുഷ്യണ്ടല്ലോ ദേവേട്ടൻ, അങ്ങനെ ഓർത്തിട്ട് മാത്രം. ഓ പിന്നെ ഇനി എന്തെങ്കിലും ദേവേട്ടനെതിരെ സംസാരിച്ച പിന്നെ ഞാൻ അതങ്ങ് മറക്കും. മതി കുട്ടാ, നീ ചെല്ലേ. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ, ഇവരടുത്തൊക്കെ രണ്ട് വാക്ക് പറയണം, ഇല്ലെങ്കിലേ എവളുമാർ രണ്ടും കൂടെ ആ പാവം കൊച്ചിനെ ജീവനോടെ കത്തിക്കും, ജീവനോടെ. തനിക്ക് അത്രയ്ക്ക് സഹിക്കുന്നില്ലെങ്കിലേ ഇവിടെ കൊണ്ട് താനങ്ങ് പൊയ്ക്കോ. ഞാൻ കൊണ്ടുപോകും, കൊണ്ടുപോയിട്ട് എന്റെ മോളെ പോലെ പൊന്നുപോലെ വളർത്തും ഞാൻ. ഓ ആ. പക്ഷേ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇതേ ദുർഗമോളുടെ വീടാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ടേ. നീയൊക്കെ ഇവിടെ പന്ത് തട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടല്ലേ. ആ ദുർഗമോൾ ആരാണെന്നറിയാ? നമ്മളെ ടീമിന്റെ കുട്ടേട്ടാ, ടീമിന്റെ താനെന്താ നിർത്തിയത്? ദുർഗമോള് ദുർഗ ആരാ പറ. ദേവതാണ്, ദേവത. ആ അങ്ങനെ ഒരു കൊച്ചിനെ വേദനിപ്പിച്ചാലേ ഈശ്വരൻ നിങ്ങളെ വെറുതെ വിടൂല. ഈശ്വരൻ ഓർത്തോ, എന്ന് നിനക്കൊക്കെ ഈ ആരോഗ്യം ഉണ്ടാവുന്നാണ് വിചാരിച്ചിരിക്കണേ. നാളെ നിനക്കൊക്കെ വയ്യാതെ വന്നാല് ഈ പാവം കൊച്ചേ കാണുള്ളൂ, നിന്റെയൊക്കെ മക്കൾ കാണൂലേ. കേട്ടാ, നീ ഓർത്തോ. നീ വനദുർഗേ സർവവും നീ ചിന്മയി